ഹലോ, ഇന്ന് ചെറിയൊരു യാത്രയാണ്. ഊട്ടി, ഗുഡല്ലൂർ വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ഇപ്പം നിൽക്കുന്നത് പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4:30 ടൈമിൽ ഗുഡല്ലൂർക്ക് ഒരു ബസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പോകണം. ഞാൻ മാത്രമല്ല, ഒരു ഫ്രണ്ടും ഉണ്ട്, അവനെയും കൂടിയും കാത്തിക്കാണ്. അവൻ വന്നിട്ട് അങ്ങനെ 4:30 ബസ്സിന് കയറി പോകണം. 4:30 ബസ് മൈസൂരിലാണ്, ഗൂഡല്ലൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിന് കയറുന്നത്. അപ്പോൾ ഈ ബസ്സിനാണെങ്കിൽ ഫുള്ള് റിസർവ് ചെയ്താണ്. ഒക്കെ 2 സീറ്റ് അങ്ങനെയൊക്കെ കഴിച്ചിലായിട്ട് കിട്ടിയല്ലേ ഇപ്പോൾ നിന്ന് പോകേണ്ടത്. അങ്ങനെ ബസ്സിൽ കയറി നമ്മളെ യാത്ര തുടരുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. ആ നിലമ്പൂരിൻ്റെ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഇനി വൈക്കടവ് വഴി അങ്ങനെ ഗൂഡല്ലൂർ എത്താനാണ് പ്ലാന്. ആ റൂട്ടാണ് ഈ ബസ് പോണത്. സമയം 6:45 ആ ടൈമായിട്ടുണ്ട്. നമ്മൾ വൈക്കടവ് ഗൂഡല്ലൂർ ഹെയർ പിന്ന് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാടുവാണി വഴി ഉള്ള ഹെയർ പിന്നാണ് പോയി കയറിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉള്ളൊരു ഇതാണ്. അങ്ങനെ ഒരു 7:45 ആ ടൈമായപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെയാണ് ഊട്ടിയിൽ പോണത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇന്ന് സ്റ്റേ അടിക്കണം. അപ്പോൾ സ്റ്റേ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നേരെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഗൂഡല്ലൂർ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ റൂമിൽ നിന്ന് മെല്ലെ ഇറങ്ങിക്കാണ് ഫുഡ് കഴിക്കാണ്. ഇവിടെ ഇഷ്ടംപോലെ മലയാളി ഹോട്ടലുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം. പിന്നെ നേരെ തിരിച്ച് റൂമിലേക്ക് തന്നെ വരണം. അപ്പോൾ ഹോട്ടലിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഇവിടെയാണ്. ആന വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ പോയാൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ തപ്പി പോയിക്കൊണ്ടിരിക്കുക. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് തപ്പി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഭക്ഷണം. ഇതിന് വെറും 200 രൂപ ആയിട്ടുള്ളൂ രണ്ടാൾക്കും പാടെ. അങ്ങനെ ഫുഡ് കഴിച്ച് റൂമിലേക്ക് പോവാണ്. വേറെ റൂമിൽ പോയി ഉറങ്ങുക. രാവിലെ നീച്ച് നേരെ ഒട്ടി. ഇതാണ് നമ്മൾ എടുത്ത റൂം. അത്യാവശ്യം വലിയ റൂമൊന്നുമല്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പിന് ഇറങ്ങിക്കല്ലേ, അപ്പോൾ ഇതൊക്കെ മതി. അപ്പോൾ ഈ റൂമിന് ഞങ്ങൾക്ക് അകപ്പാടെ വന്നത് 500 രൂപയാണ്. 500 രൂപ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കണം. ഇനി നമ്മൾ ഫ്രഷായി ഇറങ്ങണം. അങ്ങനെ ഫ്രഷ് ആയിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് ഇനി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കണം. ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട്, ഒരു 500 മീറ്ററോളം നടക്കാണ്ട്. അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി അവിടുന്ന് ഊട്ടി ബസ് പിടിക്കണം. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ബസ് സ്റ്റോപ്പൊക്കെ നടക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഊട്ടി പിടിക്കണം. ഊട്ടി ബസ് ഉണ്ടാവും രാവിലെ പോയി. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി അവിടുന്ന് നമ്മളൊരു ഊട്ടി ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഈ ബസ്സിലാണെങ്കിൽ ഫുള്ളൊരു ഭക്തിഗാനം മൂടായിരുന്നു. ഫുൾ ഭക്തിഗാനം. അങ്ങനെ ഗൂഡല്ലൂരിന് നമ്മൾ ബസ് എടുത്തിരിക്കുകയാണ്. നമ്മൾ ബസ് നേരെ ഊട്ടിയിലേക്ക് നമുക്ക് ഇവിടുന്ന് ആകെ ആയത് 51 രൂപയാണ്. 51 രൂപയാണ് ആയത്. 51. അങ്ങനെ തേയിലത്തോട്ടങ്ങളും കപ്പിത്തോട്ടങ്ങളും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നേരെ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
തണുപ്പുണ്ടായിരുന്നു പോയപ്പോൾ. എന്താണെന്ന് വെച്ചിട്ട് തണുപ്പ്, നല്ല ഫോഗും ഉണ്ടായിരുന്നു ചുറ്റുപുറം. അങ്ങനെ ഒരു 9:30 ടൈമായപ്പോൾ നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് എന്താ പ്ലാനൊന്നുമില്ല, വെറുതെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് നേരെ ഉച്ച കഴിഞ്ഞിട്ട് തിരിച്ചു തന്നെ പോകണം. അതൊക്കെ തന്നെയുള്ളൂ പ്ലാൻ. ഇപ്പോൾ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി നോക്കുകയാണ്. അവിടെ ചെന്നിട്ട് വെറുതെ 2 പിക്കൊക്കെ അടിച്ച് പോരാന്ന് കരുതി. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ, ഊട്ടി ലാസ്റ്റ് സ്റ്റോപ്പ് ഇതാണ്. അപ്പോൾ ഇതാണ് ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. ഊട്ടിയിലെ ലാസ്റ്റ് സ്റ്റോപ്പ് ഇതാണ്, ഊട്ടിക്ക് വരുന്ന ട്രെയിനിൻ്റെ. അപ്പോൾ ഇവിടുന്ന് ട്രെയിന് ഉണ്ട്, പക്ഷേ ഭയങ്കര റേറ്റാണ്. ഞങ്ങൾ ടിക്കറ്റ് ചോദിച്ചപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ല, ടിക്കറ്റ് കിട്ടും, നല്ല റേറ്റാണ്. അപ്പോൾ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ മെല്ലെ 2 പിക്ക് അടിച്ചിട്ട് മെല്ലെ ഇറങ്ങി. അപ്പോൾ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും 2 ഹായ് പറഞ്ഞിട്ട് മെല്ലെ ഇറങ്ങിയത്. എന്തിനിപ്പോൾ ഊട്ടിയിൽ വന്നപ്പോൾ ഒരു പിടുത്തമില്ല, വെറുതെ ഒന്ന് കറങ്ങി പോരുക, അത്ര തന്നെ ഉള്ളു കരുതിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്, വെറുതെ ചുറ്റി കറങ്ങാൻ പോരുക. തിരിച്ച് മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്ര ഉള്ളൂ, അടുത്ത സ്പോട്ട് അടിക്കാം. ഇതാണ് ലേക്ക്. ടോയ് ട്രെയിന് നല്ല അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം. അല്ലാത്ത സ്പെഷ്യൽ ട്രെയിനാണ്, അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഷൂട്ടിംഗ് പോയിന്റ് പറഞ്ഞ ഊട്ടിയിലെ പ്രധാന ഒരു ഇതാണ്. അവിടെ വെറുതെ വന്ന് 2 പിക്ക് അടിച്ച് പോകാൻ നേരിയ അങ്ങനെ വന്നേ. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറച്ച് 2-3 പിക്കൊക്കെ അടിച്ച് അങ്ങനെ ഇറങ്ങുകയാണ്. നമ്മൾ ഗൂഡല്ലൂർക്ക് തന്നെ തിരിച്ചു പോവാണ്. ഗൂഡല്ലൂർക്ക് ഇവിടെ നിന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇവിടുന്ന് ബസ് കയറി അങ്ങനെ ഗൂഡല്ലൂർക്ക്, പിന്നെ നേരെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവാണ്. വെറുതെ ചുറ്റിക്കിറങ്ങാൻ പോകുന്നത് തന്നെയാണ്. അപ്പോൾ നടന്നു, നമുക്ക് അവിടുത്തെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പല്ലേ. അപ്പോൾ അങ്ങനെ കോട്ടയം ബസ് എത്തിക്കണം. അങ്ങനെ ബസ്സിൽ കയറി പോകുന്ന ടൈമിലൊക്കെ നല്ല ഫോഗായിന്. അങ്ങനെ അവസാനം ഗൂഡല്ലൂർ എത്തി. ഒരു 2:30-2:45 ടൈമിൽ ഗൂഡല്ലൂർ എത്തി. ഇനി ഒരു 3:30 ഇവിടെ ബസ് ഉണ്ടെന്ന് പറഞ്ഞ് പെരുന്തൽമണ്ണ. അപ്പോൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.